നമസ്കാരം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി അൽ മുക്താദിർ ജുവലറി തട്ടിപ്പിനെ കുറിച്ച് മറുനാടൻ ഒരു പരമ്പര തന്നെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചാനലുകളിലോ പത്രങ്ങളിലോ ഒന്നും ഇപ്പോൾ പരസ്യമില്ലെങ്കിലും നേരത്തെ വാങ്ങിയ പരസ്യത്തോടും പണത്തോടുമുള്ള കൂറ് കാരണം ആരും അതേക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ്. പൊതുജനങ്ങളുടെ പണം നഷ്ടപ്പെടുന്നത് അവർക്ക് പ്രശ്നമേ അല്ല. ഏതറ്റം വരെ പോയി മുതലാളിമാരെ സംരക്ഷിക്കുക, ഒടുവിൽ 8 നിലയിൽ പൊട്ടി നിലത്ത് വീണ് ഈ മുതലാളിമാർ അഴിയെണ്ണുമ്പോൾ ഒരു നാണവുമില്ലാതെ ഞങ്ങളാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത് എന്ന് പറഞ്ഞ് രംഗത്ത് വരിക എന്നതാണ് ഇവരുടെ രീതി. അതുകൊണ്ട് അൽ മുക്താദിർ ഇപ്പോഴും തട്ടിപ്പ് തുടരുകയാണ്. അൽ മുക്താദിറിൻ്റെ മുതലാളി മുഹമ്മദ് മൻസൂർ എന്ന വ്യാജ ഡോക്ടർ അവകാശപ്പെട്ടതൊക്കെ പൊള്ളയായിരുന്നു എന്ന് വ്യക്തമാകുന്നത് ഇപ്പോഴും അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. ഇപ്പോഴും അയാളുടെ ഒരു ഷോറൂമുകൾക്കും തുറക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ്. പണം നഷ്ടപ്പെട്ട ആർക്കും പണം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതൊരു മണി ചെയിൻ മോഡലായതുകൊണ്ട് ആദ്യകാലത്ത് പണമടച്ചവർക്ക് സ്വർണം കിട്ടുകയോ നിക്ഷേപം തിരിച്ചു കിട്ടുകയോ ഒക്കെ ചെയ്തു. എന്നാൽ കഴിഞ്ഞ 5-6 മാസമായി ആർക്കും നിക്ഷേപം തിരിച്ചു കിട്ടുന്നില്ല, ആർക്കും സ്വർണവും കിട്ടുന്നില്ല. പണം കിട്ടാത്തവരോ സ്വർണം കിട്ടാത്തവരോ പരാതിപ്പെട്ടാൽ അള്ളാഹു നിങ്ങളെ നരകത്തിലേക്ക് അയക്കും എന്ന് പറഞ്ഞായിരുന്നു ഒരു ഭീഷണി. മറ്റൊന്ന്, നിങ്ങൾക്ക് ഒരിക്കലും അത് കിട്ടില്ല, ഞങ്ങൾ ഉടൻ തരും എന്ന് പറഞ്ഞ് ആളുകളെ കേസ് കൊടുപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോയി. എന്നാൽ ചിലരൊക്കെ ഇപ്പോൾ പരാതിപ്പെടുകയും FIR ഇടുകയും ചെയ്തു. മുഹമ്മദ് മൻസൂർ എന്ന തട്ടിപ്പുകാരൻ എവിടെയെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ആദ്യകാലത്ത് യൂട്യൂബിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരുന്നെങ്കിലും പിന്നീട് FIR വീണത് ആ യൂട്യൂബിൻ്റെ IP അഡ്രസ്സ് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആ യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് എവിടെ നിന്ന് ഇത് കിട്ടുന്നു എന്ന് അന്വേഷിച്ച് ഈ പ്രതിയെ പിടിച്ചേക്കും എന്ന് ഉറപ്പായതോടെ ഓഡിയോ ക്ലിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്തിയും പറ്റിച്ചും ഇപ്പോഴും ഈ മുഹമ്മദ് മൻസൂർ തട്ടിപ്പ് തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ മുഹമ്മദ് മൻസൂർ എന്ന അൽ മുക്താദിർ ഉടമ നടത്തുന്നത് 2 തട്ടിപ്പാണ്. ഒന്ന്, നിക്ഷേപമായി പണം നിക്ഷേപിച്ചവർ അല്ലെങ്കിൽ അഡ്വാൻസായി പണം നിക്ഷേപിച്ചവർ, ഇവർക്കൊക്കെ അൽ മുക്താദിറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നു. ഇവരുമായി ഒരു കരാർ ഉണ്ടായിരുന്നു. ഈ കരാർ ഇവരുടെ കയ്യിലിരുന്നാൽ ഇവർ പരാതിപ്പെട്ടാൽ പണിയാകും എന്നറിയാവുന്നതുകൊണ്ട് എല്ലാവർക്കും പണം തിരിച്ചു കൊടുക്കാൻ വക്കീലന്മാരെ ഏർപ്പെടുത്തിയിരിക്കുന്നു. വലിയ വക്കീലന്മാരുടെ ഒരു സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഏത് വക്കീലാണ് നിങ്ങളുടെ പണം തരുന്നത് എന്നറിയില്ല. നിങ്ങൾ പണം നഷ്ടപ്പെട്ടവരൊക്കെ ആ കരാറിൻ്റെ ഒറിജിനൽ കോപ്പിയും ആധാർ കാർഡും അടക്കം എല്ലാ രേഖകളും മാനേജർമാരെ ഏൽപ്പിക്കണം. അവർ ഇത് പരിശോധിച്ചിട്ട് ഇത് മൻസൂറിനെ ഏൽപ്പിക്കണം. എന്നിട്ട് മൻസൂർ ഇത് വക്കീൽ സംഘത്തിന് കൈമാറും. വക്കീൽ സംഘം നിക്ഷേപിച്ചവർക്കും അഡ്വാൻസ് കൊടുത്തവർക്കും സന്ദേശം അയക്കും. അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് നഷ്ടപരിഹാരം കിട്ടാം എന്ന പേരിൽ ഒരു തട്ടിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിവരം ജീവനക്കാർക്ക് കർശന നിർദ്ദേശമായി മൻസൂർ എന്ന തട്ടിപ്പുകാരൻ കൊടുക്കുന്ന ഓഡിയോ ക്ലിപ്പാണ് മറുനാടൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. അത് നിങ്ങൾ നാളെ ചെയ്യേണ്ടത്, നാളെ നിങ്ങൾ വരുന്ന കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റാക്കി നമുക്ക് നമ്പർ തരണം. മനസ്സിലായ? ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഇത്രയും ദിവസം ഈ സമാധാനപ്പെടുത്താനാണ് നിൽക്കുന്നത്. ഇപ്പൊ കാര്യത്തിലോട്ട് കിടക്കുക. വരുന്നവരെ ഇരിക്കും നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളും കരാറും എല്ലാം ഒറിജിനൽ തരിക. അത് ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടില്ല. നമ്മൾ പല ലോയേഴ്സിനാണ് ഓരോ കേസുകൾ കൊടുക്കുക. അത് നമ്മൾ പാനൽ ഓഫ് അഡ്വക്കേറ്റ്സ് ആണ് തീരുമാനിക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത്, എവർക്കാണ് കൊടുക്കുന്നത് മുൻകൂർ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. അത് കസ്റ്റമറും നമ്മളെ ലോയർ ഡയറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യും ആരുടെ അടുത്താണ് ഇവർ പോകേണ്ടത്. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അവർ നേരെ അവരെ പോയി കാണണം. മനസ്സിലായോ? അവർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് തരണം. ആധാർ, പാൻ കാർഡ്, കരാറ് ഫുള്ള് തരണം. അത് തന്നു കഴിഞ്ഞാൽ അത് വെരിഫിക്കേഷന് വിട്ട് നമ്മളത് എടുത്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി നൗഫൽ ഒപ്പിടണം. അതിലെ സാധനം അവർ ക്യാഷ് ആയിട്ടോ ബാങ്ക് വഴിയോ ഗോൾഡായിട്ടോ എടുത്തിട്ടില്ലെന്ന് അതാത് AGMമാർ ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തി ഏജന്റ് ഒപ്പിട്ടതിന് ശേഷം കസ്റ്റമറിന്റെ കോൺടാക്ട് നമ്പറും കരാറും എനിക്ക് അയച്ചു തരിക. അവർ നേരിട്ട് വിളിച്ച് അതിന് ഡീൽ ചെയ്തോളൂ. അങ്ങനെയാണ് ഇനിയുള്ള സംവിധാനം. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ ചതിയാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ പണം നിക്ഷേപിച്ചവരുടെ കയ്യിലും സ്വർണം അഡ്വാൻസ് വാങ്ങുന്നതിന് വേണ്ടി പണം കൊടുത്തവരുടെ കയ്യിലുമുള്ള രേഖ, കരാർ, അത് തിരിച്ചെടുത്താൽ പിന്നെ ഇവർക്ക് ക്ലെയിം ചെയ്യാൻ ഒന്നുമില്ലാതാകും. അതുകൊണ്ട് പണം തരാം എന്ന് പറഞ്ഞ് ആ കരാറ് അവർ തിരിച്ചു മേടിക്കുകയാണ്. വാസ്തവത്തിൽ പണം കൊടുക്കാനാണെങ്കിൽ കരാറിൻ്റെ കോപ്പി ചോദിച്ചാൽ മതിയാവും. അതിൻ്റെ പോലും ആവശ്യമില്ല. ഒരു കരാറിൽ ഒരാൾ ഏർപ്പെടുമ്പോൾ ആ കരാറിൻ്റെ ഓരോ കോപ്പി 2 കക്ഷികളുടെയും ഭാഗത്തുണ്ടാവും. ഒറിജിനൽ കോപ്പി പണം കൊടുത്തയാളുടെ കയ്യിലും ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പണം വാങ്ങിയ ആളുടെ കയ്യിലും. അതായത് ഒറിജിനൽ കോപ്പി നിക്ഷേപിച്ചവർ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ കോപ്പി തീർച്ചയായും അൽ മുക്താദിറിൻ്റെ കയ്യിലുണ്ടാവും. ഇല്ലെങ്കിൽ ഒരു കോപ്പി കൊടുത്താൽ മതിയാവും. പകരം ഒറിജിനൽ കരാർ കൊണ്ട് തരണം, ആധാർ അടക്കമുള്ള വിശദാംശങ്ങൾ തരണം എന്ന് പറയുന്നത് ഇവർക്ക് പണം വാങ്ങാനുള്ള ക്ലെയിം നഷ്ടപ്പെടുത്താനാണ്. ജീവനക്കാരോട് പറയുകയാണ്, ഇനി നിങ്ങൾ അടവ് മാറ്റണം. ഇതുവരെ വിശദീകരണവും ന്യായീകരണവുമാണെങ്കിൽ ഇനി പണം തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും രേഖ വാങ്ങൂ, എന്നിട്ട് നിങ്ങൾ പരിശോധിച്ചിട്ട് അറിയിക്കൂ, നമ്മൾ കൊടുക്കുമെന്ന്. ഇതൊരു വലിയ ചതിയാണ്.
കയ്യിലിരിക്കുന്ന ആകെയുള്ള രേഖ അല്ലെങ്കിൽ ബ്ലാങ്ക് ചെക്ക് അത് കൊടുത്താൽ പിന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന പണം ക്ലെയിം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടാവും. വിദഗ്ധമായ ഒരു തട്ടിപ്പിലൂടെ കേസുകളുടെ എണ്ണം കുറയ്ക്കാനും പരമാവധി ആളുകളെ തട്ടിക്കാനും മൻസൂർ കണ്ടെത്തിയ വഴിയാണിത്. അങ്ങനെ അതിനൊരു താൽക്കാലിക പരിഹാരം കണ്ടെത്തുമ്പോൾ തന്നെ മൻസൂർ പണം കണ്ടെത്താൻ മറ്റു ചില വഴികളും സ്വീകരിക്കുന്നുണ്ട്. മൻസൂർ പറഞ്ഞതുപോലെ ഇതൊരു സ്വർണ്ണ ബിസിനസ് ആയിരുന്നെങ്കിൽ, ഇതൊരു നിക്ഷേപ തട്ടിപ്പല്ലായിരുന്നെങ്കിൽ ഇത്രയും കാലം ഇത് അടച്ചിടേണ്ടി വരുമായിരുന്നില്ല, ആളുകളുടെ പണം മുടക്കേണ്ടി വരുമായിരുന്നില്ല. ഇത് നിക്ഷേപ തട്ടിപ്പായതുകൊണ്ടാണ് മറ്റൊരു നിക്ഷേപ തട്ടിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അൽ മുക്താദിർ ജുവലറിയുടെ 5% ഓഹരി വിൽക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇപ്പോൾ മൻസൂർ രംഗത്ത് വന്നിരിക്കുന്നത്. ആ പരസ്യത്തിൽ ഇങ്ങനെ പറയുന്നു: അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ 5% ഓഹരി ഇപ്പോൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. സ്റ്റാഫുകൾക്കും കസ്റ്റമേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും പങ്കാളികളാകാം. ഇന്ത്യയിലെ ബുള്ളിയൻ ബാർ ലീഡേഴ്സ് കറന്റ് ബ്രാൻഡ് വാല്യൂ 10,000 കോടി. ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ഓഫർ മാർച്ച് 31 വരെ മാത്രം. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും അൽ മുക്താദിർ ഗോൾഡ് മാളുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇവിടെ 8 നിലയിൽ പൊട്ടി, ആളുകൾക്ക് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ കഴിയുന്നില്ല, ഇൻകം ടാക്സുകാർക്ക് കൊടുക്കാനുള്ള നികുതി അടയ്ക്കാൻ കഴിയുന്നില്ല, സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞവർക്ക് സ്വർണം കൊടുക്കാൻ കഴിയുന്നില്ല. മുതലാളി എവിടെയാണെന്ന് ആർക്കും അറിയില്ല താനും. എന്നിട്ടാണ് 10,000 കോടിയുടെ സ്ഥാപനമാണ്, ഇനി 5% നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ പിരിവിന് ശ്രമിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ തട്ടിപ്പിനെ കുറിച്ച് ഒരു വിവരവുമില്ലാത്ത സാധാരണ മനുഷ്യരിൽ നിന്നും വീണ്ടും തട്ടിക്കാനുള്ള നീക്കം. തട്ടിപ്പുകാർ അങ്ങനെ തന്നെയാണ്. ഷിഹാബ് ഷാ എന്ന പേരുള്ള ഒരു തട്ടിപ്പുകാരൻ ദുബായി കേന്ദ്രീകരിച്ചുകൊണ്ട് കെൻസ ഹോൾഡിംഗ്സ്, കെൻസ വെൽനസ്, കെൻസ റിസോർട്ട്സ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് നടത്തിയപ്പോൾ ധാരാളം വാർത്തകൾ മറുനാടൻ കൊടുത്തിരുന്നു. ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷവും ഇയാൾ പലതരത്തിൽ ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തി. പിന്നീടാണ് ഈ പണം നഷ്ടപ്പെട്ടവർ ഇതൊക്കെ അറിയുന്നത്. ദുബായിൽ നിന്നും യാത്രാവിലക്കുള്ള, ഇന്ത്യയിൽ ലുക്കൌട്ട് നോട്ടീസുള്ള ഈ ഷിഹാബ് ഷാ പേരിനൊപ്പം ഡോക്ടർ എന്ന് വ്യാജമായി ചേർത്ത് ഇപ്പോഴും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ തട്ടിപ്പിൽ വീണു പോകുന്ന പ്രാഞ്ചിയേട്ടന്മാർ ദുബായിലുണ്ടെന്ന് ഓർക്കണം. അതേ മാനദണ്ഡത്തിലാണ് മൻസൂർ ഇപ്പോഴും ദുബായ് കേന്ദ്രീകരിച്ച് പണം സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ മൻസൂർ തട്ടിപ്പുകാരനാണ് എന്ന് വ്യക്തമായി. മൻസൂറിൻ്റെ കടബാധ്യതകൾ തീർക്കാൻ അയാൾക്ക് കെൽപ്പില്ല. സ്വർണ്ണക്കടയുടെ പേരിൽ അയാൾ നിക്ഷേപ തട്ടിപ്പാണ് നടത്തിയത്. അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് നടത്തിയ ഈ തട്ടിപ്പിൽ ഇരയായിരിക്കുന്നത് ഭൂരിപക്ഷവും പാവപ്പെട്ട മുസ്ലിം സമുദായാംഗങ്ങളാണ്. അവരൊക്കെ കൈകാലിട്ടടിക്കുമ്പോഴാണ് മൻസൂർ ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന രേഖ കൂടി പിടിച്ചെടുക്കാനും പുതിയ ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കാനും രംഗത്തിറങ്ങിയിരിക്കുന്നത്.